നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അവൻ്റെ പൊസിഷനിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം ലാമിൻ യമാലാണ്. ലാപ്പോട്ട പറയുകയാണ്. ഇപ്പോൾ കാറ്റലോണിയ റേഡിയോക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ലാമിൻ യമാൽ ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ഇൻ ഹിസ് പൊസിഷൻ. അവൻ്റെ പൊസിഷനിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം ലാമിൻ യമാലാണ്. യമാലിനിപ്പോൾ പുബാൽജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പ്രസിഡൻറ്റ് സംസാരിക്കുന്നുണ്ട്. പ്രസിഡൻറ്റ് പറയുന്നത് ലാമിൻ യമാൽ പിബാൽജിയ എന്നുള്ള അസുഖം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാഴ്സയോടുള്ള അവൻ്റെ സ്നേഹവും കമ്മിറ്റ്മെൻറ്റുമാണ് കാണിക്കുന്നത്. അവനൊരു ജീനിയസാണ്. ഇപ്പോഴും അവൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ലാമിൻ 18 വയസ്സിൽ അവൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ ഈ പ്രായത്തിൽ അവൻ്റെ പ്രായം വെച്ചിട്ട് അവൻ റിമാർക്കബിളായിട്ടുള്ള മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അവൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ആശങ്കകളുമില്ല. തീർച്ചയായിട്ടും അവന് പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് നമ്മളിൽ നിന്ന്. അതുപോലെ തന്നെ അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവരിൽ നിന്നും അവന് പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഒക്കെ കിട്ടേണ്ടതുണ്ട്. അവനൊരു ട്രൂ പ്രൊഫഷണലാണ്. അവൻ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. മറ്റാരെക്കാളും നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവൻ തീർച്ചയായിട്ടും അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തും അധികം വൈകാതെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ജോൻ ലാപ്പോട്ട് പറയുന്നത്. ഇപ്പോൾ നിലവിലെ യമാലുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങളും മറ്റുമൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ സൂപ്പർ താരത്തെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത്. ഏതായാലും ലാമിൻ യമാൽ ഇപ്പോൾ സ്പാനിഷ് ദേശീയ ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 7 മുതൽ 10 ദിവസം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.